എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായി 13-ന്റെ 1-2 വാക്യങ്ങൾ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറി ഇരുന്നു. പുരുഷാരമെല്ലാം കരയിൽ ഇരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നുണ്ട്. ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവൻ പള്ളികളിൽ ഉപദേശിച്ചു എന്ന് കാണുന്നു. ഇപ്പോൾ കടലരികെ ഇരിക്കുന്നു. 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഉപമകൾ കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു യഹൂദ റബ്ബി കടലരികെ സാധാരണഗതിയിൽ ഇരിക്കാറില്ല. കടല് അവർക്ക് നിഷിദ്ധമായിരുന്നു. കടല് കടന്നു പോകുന്നതും അതുപോലെ കടൽ തീരവുമൊക്കെ യഹൂദ റബിമാർക്ക്, പൊതുവെ യഹൂദന്മാർക്ക് നിഷിദ്ധമായ ഒരു സംഗതിയായിരുന്നു. എന്നാൽ കർത്താവ് അതിൽ നിന്ന് വ്യത്യസ്തമായി കടലരികെയും ജാതീയ ഗ്രാമങ്ങളിലും യഹൂദൻ കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത ഇടങ്ങളിലെല്ലാം കർത്താവ് നടന്ന് പോയി എന്ന് വളരെ വ്യക്തമായി നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഉപമകളായി പറയുമ്പോൾ ദൈവരാജ്യ അനുഭവത്തിൻ്റെ പ്രായോഗികത കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പുതിയ ചിന്തയൊന്നുമല്ല. എന്നാൽ പഴയ നിയമത്തിൽ ദൈവരാജ്യം എന്ന പദമില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ലോകത്തിൻ്റെ ആരംഭം മുതൽ പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ പർവ്വതമായ സിയോനിൽ ദൈവം തൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 2 നമ്മൾ കാണും. സൈന്യങ്ങളുടെ യഹോവയാണ് മഹത്വത്തിൻ്റെ രാജാവെന്ന് 24-ാം സങ്കീർത്തനത്തിൽ കാണും. സമാധാന പ്രഭു, വീരനാം ദൈവം എന്നിങ്ങനെ യെശയ്യാപ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. അവൻ്റെ ഭരണകാലത്ത് നീതിയും സമാധാനവും അഖില ലോകത്തിലും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഇസ്രായേലിന് അനുഗ്രഹവും ഉണ്ടാകും. വരുവാനിരിക്കുന്ന രാജ്യത്തിൻ്റെ ലക്ഷണങ്ങളും വിശദീകരണങ്ങളും 72-ാം സങ്കീർത്തനത്തിലുണ്ട്. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് ദാനിയേൽ പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണം അത് എപ്രകാരമായിരിക്കുമെന്ന് പഴയ നിയമ പ്രവചനങ്ങളിലും അതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് ദൈവരാജ്യം എന്ന പദം പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. എല്ലാ ഉപമകളും യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് കർത്താവ് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ വായിച്ച 1-2 വാക്യങ്ങളിൽ 12-ാം അധ്യായത്തിൻ്റെ പ്രസംഗത്തെ തുടർന്നുള്ള പ്രസംഗങ്ങളായി നമുക്ക് കണക്കാക്കാം. രാവിലെ നമ്മൾ വിതയ്ക്കുകയും വൈകുന്നേരം ഇളച്ച് ഇരിക്കുകയും അരുത്. യേശു യഹൂദന്മാരിൽ നിന്നും ജാതികളിലേക്ക് തിരിയുന്നതിനെ കാണിക്കാനായി വീട്ടിൽ നിന്നും പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വീട് കർത്താവിൻ്റെ സ്വാഭാവിക ബന്ധമുള്ള ഇടമാണ്. അല്ലെങ്കിൽ യഹൂദ ജനതയോടുകൂടിയുള്ള കർത്താവിൻ്റെ ബന്ധമായിരിക്കാം. സമുദ്രം ലോകജാതികളെ കാണിക്കാൻ ഒരു പക്ഷെങ്കിൽ ഉപയോഗിക്കാം. ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവും പ്രസംഗകനുമായ യേശുവിന്
ഒരു പ്രസംഗവേദിയോ ചാപ്പലോ ഇല്ല. ഇത് കർത്താവിൻ്റെ താഴ്മയെ എടുത്ത് കാണിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ മഹാപുരുഷാരം വന്നുകൂടി. അവൻ പടകിൽ കയറി അവരോട് 4 ഉപമകൾ പ്രസ്താവിക്കുന്നതാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവൻ അവരോട് എല്ലാം ഉപമകളായി പ്രസ്താവിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപമകളാണ്. അതിൽ വിതയുണ്ട്, കൊയ്ത്തുണ്ട്, കളപ്പുരയുണ്ട്, ആകാശത്തിലെ പറവുകളുണ്ട്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണ കാര്യങ്ങൾ ദൈവരാജ്യവുമായി കർത്താവ് കോർത്തിണക്കി പറയുന്നു. അപ്പോൾ 13-ാം അധ്യായം ദൈവരാജ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഉപമകളാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്ന ഇടമാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവികമായ ഭരണവും ദൈവികതയുമാണെങ്കിൽ 13-ാം അധ്യായം നമ്മെ അതിലേക്ക് ധാരാളം ചിന്തിപ്പിക്കുന്നു. പുതിയൊരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവരാജ്യ അനുഭവത്തിൽ ജീവിപ്പാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ പ്രഭാതം ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും കൃപയും കരുതലും എളിയവരായ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.